ക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മറുപടി ആവശ്യപ്പെട്ടും എംപിമാരുടെ മറുപടി സസ്പെൻഷനിലും ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. വിഷയത്തിൽ പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. പാർലമെന്റിന് പുറത്താക്കിയതിനെതിരായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. രാകേഷ് ചേരുന്നു. രാകേഷ്, പ്രതിപക്ഷം മറുപടി നൽകണം ഈ വിഷയത്തിൽ, ആഭ്യന്തരമന്ത്രി മറുപടി നൽകണം എന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോഴും ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാകുന്നില്ല. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നുണ്ട് ഈ പാർലമെന്റ് അതിക്രമ കേസിൽ. എന്തുകൊണ്ടാണ് സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അത്ര ഗൗരവമേ സർക്കാർ ഈ വിഷയത്തോട് സമീപിക്കുന്നുള്ളോ എന്നുള്ളത് സംശയത്തിനും ആക്കം കൂട്ടുന്നുണ്ട് ഇത്തരം നിലപാടുകൾ. രഞ്ജിത്ത്, പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മറുപടി വേണം, പ്രസ്താവന വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നലെ ഈ വിഷയത്തിൽ ലോക്സഭ പ്രക്ഷുബ്ധമായിരുന്നു. ലോക്സഭയിൽ 13 എംപിമാരെ സസ്പെൻഡ് ചെയ്തു. ആദ്യം 14 പേരെ സസ്പെൻഡ് ചെയ്തു, പിന്നീട് ഒരാളുടെ സസ്പെൻഷൻ പിൻവലിച്ചു. അപ്പോൾ സമാനമായ പ്രതിഷേധത്തിന് ഇന്നും സാധ്യതയുണ്ട്. പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കുക, ഒന്ന്, ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തണം, 2, സസ്പെൻഷൻ പിൻവലിക്കണം എന്നൊരാവശ്യം. അതിലുള്ള പ്രതിഷേധവും പ്രതിപക്ഷം അറിയിക്കും. ഏതായാലും ഇന്നലെ ആഭ്യന്തരമന്ത്രി സഭയ്ക്ക് പുറത്ത് അമിത്ഷാ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അതായത് വീഴ്ച ഉണ്ടായി, ഗുരുതരമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ആഭ്യന്തരമന്ത്രി ഒരു സ്വകാര്യ ചാനലിന്റെ പരിപാടിയിൽ പറഞ്ഞത്. അതിന് കാരണമായി പറയുന്നത് പാർലമെന്റിന്റെ സുരക്ഷ, ലോക്സഭയുടെ സുരക്ഷ എന്ന് പറയുന്നത് അത് സ്പീക്കറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സ്പീക്കർക്ക് ലോക്സഭാ സെക്രട്ടേറിയറ്റും സ്പീക്കറിനുമാണ് അതിന്റെ സുരക്ഷാ കാര്യങ്ങൾ നോക്കുന്നത്. സ്വാഭാവികമായും സ്പീക്കർ ഇക്കാര്യത്തിൽ ഒരു ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതി അന്വേഷണം നടത്തുന്നുണ്ട്, അതിനുശേഷം റിപ്പോർട്ട് നൽകും. ഇതാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. സ്വാഭാവികമായും ആ നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. കാരണം സ്പീക്കറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ് സുരക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. ഇന്നും സമാനമായ രീതിയിൽ സഭ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. കാരണം പ്രതിപക്ഷം ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കും. കാരണം ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണം. ഒപ്പം എംപിമാരുടെ സസ്പെൻഷനുള്ള പ്രതിഷേധവും സഭയെ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യ സൂത്രധാരൻ ലളിത് ജായെ ഇന്നലെ പോലീസിന് മുമ്പാകെ കീഴടങ്ങിയിരുന്നു. രാജസ്ഥാനിലാണ് ഈ സംഭവത്തിന് ശേഷം രാജസ്ഥാനിലേക്ക് ഇയാൾ കടന്നു എന്നാണ് പോലീസ് പറയുന്നത്. കാരണം നേരത്തെ തന്നെ സന്ദർശക ഗാലറിയിൽ നിന്ന് ലോക്സഭയിലേക്ക് ചാടിയ 2 പേരെയും പുറത്ത് പ്രതിഷേധിച്ച 2 പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ കോടതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ലളിത് ജായെ കൂടി പിടികൂടിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ലളിത് ജായുടെ കൈവശമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ സംഭവത്തിന് ശേഷം ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം പോസ്റ്റ് ചെയ്ത് ലളിത് ജായ ആണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പോലീസ് ആവർത്തിക്കുന്നു. രഞ്ജിത്ത്, ഒപ്പം പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയതിനെതിരായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ ഹർജിയും കോടതി പരിഗണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മഹുവ മൊയ്ത്ര കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്? സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, കാരണം കഴിഞ്ഞ ദിവസമാണ് മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയത്. എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആണ് ലോക്സഭ ഇത്തരം മഹുവയെ പുറത്താക്കുന്ന നടപടിയിലേക്ക് കടന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും മഹുവ മൊയ്ത്ര സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ബുധനാഴ്ച തന്നെ സുപ്രീം കോടതിയെ സമീപിച്ച് അടിയന്തരമായി വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത്. സ്വാഭാവികമായും മഹുവ മൊയ്ത്ര ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ചോദ്യത്തിന് പണം വാങ്ങിയെന്ന ആരോപണം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് വെറും ആരോപണം മാത്രമാണ്. കാരണം ഈ വിഷയം ഉന്നയിച്ച BJP MP നിഷികാന്ത് ദുബെയ്ക്ക് ഈ വിഷയം അതിൽ അത്തരമൊരു ആരോപണം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രവുമല്ല തന്റെ ഭാഗം, അതായത് എത്തിക്സ് കമ്മിറ്റി മുമ്പാകെ വിശദീകരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്നുകൂടി മഹുവ മൊയ്ത്ര വാദിക്കുകയും ചെയ്യുന്നു. കാരണം പാസ്വേഡുകളും മറ്റും എംപിമാർ സ്വാഭാവികമായും ചോദ്യങ്ങളും മറ്റും നൽകാനായി ഈ പാസ്വേഡുകൾ സ്വാഭാവികമായി ഷെയർ ചെയ്യാറുണ്ട്. അത് മാത്രമേ താനും ചെയ്തിട്ടുള്ളൂ എന്നൊരു വാദം മഹുവ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു, തന്റെ വാദം ഉന്നയിക്കാൻ അവസരം നൽകിയിട്ടില്ല എന്നാണ് മഹുവ മൊയ്ത്ര ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്ന് കേസ് സുപ്രീം കോടതിക്ക് മുമ്പ് വരികയാണ്. മഹുവ മൊയ്ത്രയെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടാകുന്ന കോടതി പരാമർശങ്ങൾ നിർണായകമാണ്. രഞ്ജിത്ത്, ശരി. മറ്റു വാർത്തയിലേക്ക്. പാർലമെന്റിൽ അതിക്രമം നടത്തിയ സംഭവത്തിൽ പങ്കാളികളായവരെല്ലാം പിടിയിലായിട്ടുണ്ട്. 4 വർഷം മുൻപ് പരിചയപ്പെട്ടവരാണ് അതിക്രമം നടത്താൻ സഭയിലെത്തിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. 1.5 വർഷം മുൻപ് ഇവർ സോഷ്യൽ മീഡിയയിൽ ഭഗത് സിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ ആസൂത്രണം ചെയ്തതെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. രാജ്യത്ത് ഭരണം മെച്ചമല്ലെന്ന ആക്ഷേപമാണ് ഈ ഭഗത് സിംഗ് ഗ്രൂപ്പിനെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് സ്മോക്ക് സ്പ്രേയുമായി എത്താൻ പ്രേരിപ്പിച്ചത്.
പാർലമെന്റിലുണ്ടായ അതിക്രമത്തിന് പിന്നിലുണ്ടായിരുന്നത് 11 മാസത്തെ ആസൂത്രണമെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കൃത്യമായ ആസൂത്രണത്തിനൊപ്പം പഴുതടച്ച ഏകോപനം കൂടിയായതോടെയാണ് അക്രമികളായ 6 പേർക്കും അതീവ സുരക്ഷാ മേഖലയായ പാർലമെന്റിനുള്ളിലെത്താൻ കഴിഞ്ഞത്. അന്വേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂസ് 18 നെറ്റ്വർക്ക് സെക്യൂരിറ്റി അഫയേഴ്സ് ഗ്രൂപ്പ് എഡിറ്റർ മനോജ് ഗുപ്തയാണ് ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തുവിട്ടത്. സമൂഹ മാധ്യമത്തിലൂടെ 4 വർഷമായി പരിചയമുള്ളവരാണ് 6 പേരും. ഏതൊരു കുറ്റകൃത്യത്തിനും വേണ്ടിവരുന്ന മുന്നൊരുക്കങ്ങൾ ഇവർ നടത്തിയിരുന്നുവെന്നും വ്യക്തമാണ്. ആക്രമണ വിവരം പുറത്തു വന്ന ഉടനെ എല്ലാവരും ചോദിച്ചത് എങ്ങനെയാണ് ഇവർക്ക് അതീവ സുരക്ഷയുള്ള പാർലമെന്റ് വളപ്പിലും 2 പേർക്ക് പാർലമെന്റിനുള്ളിലും കടക്കാനായതെന്നാണ്. അതത്ര എളുപ്പമാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭ അത്രമാത്രം സുരക്ഷാ വലയത്തിലുള്ളതാണ്. പാർലമെന്റ് വളപ്പിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ വലിയ പരിശോധനകൾ കടക്കണം. പിന്നെയും 2 തരത്തിലുള്ള സുരക്ഷാ പരിശോധന കടന്നാൽ മാത്രമേ ആർക്കും പാർലമെന്റ് മന്ദിരത്തിലേക്ക് എത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഇവർ നടത്തിയ നിരീക്ഷണങ്ങളും ആസൂത്രണവും എത്രമാത്രം ഏകോപിക്കപ്പെട്ടതായിരുന്നു എന്നത്. പാസ് നൽകുന്നത് മുതൽ ലോക്സഭയിലെ സന്ദർശക ഗാലറിയിലേക്ക് പ്രവേശിക്കാനുള്ള സുരക്ഷാ കടമ്പകളെല്ലാം ആർക്കും സംശയം തോന്നാതെ കടക്കാൻ അവർക്കായി. 1.5 വർഷം മുമ്പാണ് ഇവർ 6 പേരും ഭഗത് സിംഗ് എന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൂടെ അതിക്രമത്തിന് പദ്ധതിയിടുന്നത്. ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിലെത്തിയാണ് ഇവർ അവസാനവട്ട ആസൂത്രണം നടത്തിയത്. അതിനു മുമ്പേ പാർലമെന്റ് കെട്ടിടത്തിന്റെ പ്ലാൻ പൂർണ്ണമായും കൈക്കലാക്കിയിരുന്നു. എങ്ങനെയാണ് നീങ്ങേണ്ടതെന്ന് ആലോചിച്ചുറപ്പിക്കാൻ ഇന്ത്യ ഗേറ്റിലെ കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടതായും മനോജ് ഗുപ്തയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടതെന്ന അവസാന രൂപം തയ്യാറാക്കുന്നതും ഈ കൂടിക്കാഴ്ചയിൽ വച്ചാണ്. 6 പേരും ഒരുമിച്ച് പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ കയറാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ 2 പേർക്കും മാത്രമാണ് പാസ് ലഭിച്ചത്, മനോരഞ്ജനും സാഗർ ശർമ്മയും. ഇവരാണ് വിസിറ്റേഴ്സ് ഗാലറിയിൽ നിന്ന് എംപിമാർക്ക് ഇടയിലേക്ക് ചാടിയതും സ്മോക്ക് ബോംബുകൾ പ്രയോഗിച്ചതും. ഈ സമയം നീലം ദേവിയും അമോൾ ഷിൻഡെയും മന്ദിരത്തിന് പുറത്ത് കളർ ഗ്യാസ് സ്പ്രേ ചെയ്തു. ലളിതും വിശാൽ ശർമ്മയും ഇവരുടെ സഹായികളായി പുറത്തുണ്ടായിരുന്നു. വിശാലിനെ ഗുരുഗ്രാമിൽ നിന്ന് പിന്നീട് പിടികൂടി. ലളിത് ഒളിവിലാണ്. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പേ പാർലമെന്റ് വളപ്പിൽ കയറിയ 4 പേരും ഡൽഹിയിലെത്തിയിരുന്നു. സംഭവത്തിന്റെ എല്ലാം ആസൂത്രകനായ ഛായാണ് ഇവരെ 4 പേരെയും ഗുരുഗ്രാമിലെ സുഹൃത്തായ വിശാൽ ശർമ്മയുടെ വീട്ടിലെത്തിച്ചത്. ഗുരുഗ്രാം സെക്ടർ 7-ലെ വീട് ഇവർക്കായി വിശാലും ഭാര്യ രാഖിയും ഒരുക്കി കൊടുത്തു. മനോരഞ്ജനാണ് പ്രതാപ് സിൻഹ എംപിയുടെ പേഴ്സണൽ സ്റ്റാഫ് വഴി പാസ് സംഘടിപ്പിച്ചത്. ജനുവരിയിൽ ഇതിനായി ഒരുക്കം തുടങ്ങിയ മനോരഞ്ജൻ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളന സമയത്തും ഡൽഹിയിലെത്തിയിരുന്നു. അന്ന് പാർലമെന്റ് കോംപ്ലക്സിൽ സന്ദർശനം നടത്തിയാണ് അതിക്രമത്തിന്റെ പ്ലാൻ തയ്യാറാക്കിയത്. സർക്കാരിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തരായാണ് അതിക്രമത്തിന് മുതിർന്നതെന്നാണ് ഇവർ മൊഴി നൽകിയത്. മണിപ്പൂർ സംഘർഷം, കർഷക സമരം, വിലക്കയറ്റം എന്നിവയാണ് ഇവർ പ്രശ്നങ്ങളായി ഉന്നയിക്കുന്നത്. ഭഗത് സിംഗ് ആണ് തങ്ങളുടെ വഴികാട്ടിയെന്നാണ് അവകാശപ്പെടുന്നത്. തുടർന്ന് പാർലമെന്റിലേക്ക് അതിക്രമം നടത്താൻ 4 പേരും തീരുമാനിച്ചെന്നാണ് മൊഴിയിൽ പറയുന്നത്. നീലം ദേവിയുടെ ഓൺലൈൻ പ്രൊഫൈലിൽ പാർട്ടി റാലികളിൽ പങ്കെടുക്കുന്നതിന്റെയും ഭഗത് സിംഗിന്റെയും BR അംബേദ്കറുടെയും ഫോട്ടോകളുമുണ്ട്. ഡൽഹി കർഷക സമരത്തിൽ ജന്തർ മന്ദറിൽ പ്രക്ഷോഭകർക്കൊപ്പം ഇരിക്കുന്ന ചിത്രങ്ങളും നീലം ദേവിയുടെ പ്രൊഫൈലിലുണ്ട്. ഛായുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, ബാഘ ജതിൻ, സുഭാഷ് ചന്ദ്രബോസ്, രാജാറാം മോഹൻ റോയ് എന്നിവരുടെയും ചിത്രങ്ങളുണ്ട്. മൈസൂരു സ്വദേശിയായ മനോരഞ്ജൻ എഞ്ചിനീയറാണ്. കുടുംബത്തിന്റെ ഫാമിലെ കാര്യങ്ങൾ നോക്കി നടത്തുകയായിരുന്നു. ഡൽഹിയിലെയും ബാംഗ്ലൂരിലെയും ചില കമ്പനികളിൽ നേരത്തെ ജോലിയും ചെയ്തിരുന്നു. സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ആളാണ് മകനെന്നാണ് താൻ കരുതിയിരുന്നതെന്നായിരുന്നു മനോരഞ്ജന്റെ പിതാവ് ദേവരാജ ഗൌഡ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പ്രതികരിച്ചത്. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. ലക്നൌവിലെ രാംനഗർ സ്വദേശിയാണ് സാഗർ ശർമ്മ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിൽ ഒരു സമരത്തിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയത്. നേരത്തെ ബംഗളൂരുവിൽ റിക്ഷ ഡ്രൈവറായി സാഗർ ജോലി നോക്കിയിട്ടുണ്ട്. അമോൾ ഷിൻഡെ മഹാരാഷ്ട്രയിലെ ലത്തൂർ സ്വദേശിയാണ്. സർക്കാർ ജോലി ലഭിക്കാനുള്ള പരിശീലനം നടത്തി വരികയായിരുന്നു ഇയാൾ. ആർമി റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞാണ് ഡിസംബർ 9-ന് ഷിൻഡെ വീട് വിട്ടത്. നീലം നേരത്തെ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലുമെല്ലാം പങ്കെടുത്തിട്ടുള്ള ആളാണ്. MAയും MPhilഉം പൂർത്തിയാക്കി നെറ്റ് യോഗ്യത നേടിയിട്ടുള്ള നീലം 3 ദിവസം മുമ്പും നാട്ടിലെത്തിയിരുന്നു. അന്നൊന്നും ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് സൂചന നൽകിയിരുന്നില്ല. സാഗർ ശർമ്മയെക്കുറിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒട്ടും നല്ല അഭിപ്രായമില്ല. നേരത്തെ എക്സ്പോർട്ട് കമ്പനിയിൽ ഡ്രൈവറായിരുന്നു. തികഞ്ഞ മദ്യപാനിയായ ഇയാൾ ഭാര്യയുമായും നിരന്തരം വഴക്കിടുകയും മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വിശാൽ ശർമ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു.